കാട്ടുപന്നി ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ബൈക്കിൽ വന്നിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ടെക്നോപാർക്ക് ജീവനക്കാരനായ 26-കാരൻ ആദർശാണ് മരിച്ചത്. അപകടമുണ്ടായിട്ടും നിർത്താതെ പോയ കാറും ഡ്രൈവറെയും വർക്ക്ഷോപ്പിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാർ ഡ്രൈവർ തമിഴ്നാട് കടയനല്ലൂർ സ്വദേശി അബ്ദുൽ ഖാദറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. അവധി ദിവസം തമിഴ്നാട്ടിലേക്ക് ഉല്ലാസയാത്ര പോകുന്നതിനിടെയാണ് ആദർശിന് അപകടമുണ്ടാകുന്നത്. പാലോട് മടത്തറ വേങ്കൊല്ല വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ഇന്നലെ പുലർച്ചെ 5:30-യോടെയാണ് അപകടം നടന്നത്. 4 ബൈക്കുകളിലായി സുഹൃത്തുക്കൾക്കൊപ്പം തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു ആദർശ്. തമിഴ്നാട്ടിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു കാർ. കാട്ടുപന്നിയെ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ എതിരെ വരികയായിരുന്ന ആദർശിന്റെ ബൈക്കിൽ ഇടിച്ചു. എന്നിട്ടും ആദർശിനെ ആശുപത്രിയിൽ എത്തിക്കാൻ കൂട്ടാക്കാതെ കാർ ഡ്രൈവർ മുന്നോട്ടു പോയി. 1/2 കിലോമീറ്ററോളം മുന്നോട്ട് പോയപ്പോഴാണ് എതിരെ ബൈക്കുകളിൽ ആദർശിന്റെ സുഹൃത്തുക്കൾ വരുന്നത് കണ്ടത്. അബ്ദുൽ ഖാദർ കാർ നിർത്തി ഇവരോട് സംസാരിച്ചെങ്കിലും ബൈക്കിൽ ഇടിച്ച വിവരം പറഞ്ഞില്ല. സുഹൃത്തുക്കൾ വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ആദർശ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആദർശ് ഏറെ നേരം ചോരയൊലിച്ച് റോഡിൽ കിടന്നിരുന്നു. പിന്നീട് ഇതുവഴി വന്ന ജീപ്പിലാണ് കൂട്ടുകാർ ആദർശിനെ കടക്കലിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നത്. അപ്പോഴേക്കും ആദർശിന്റെ മരണം സംഭവിച്ചിരുന്നു. കാറിടിച്ച് ചത്ത പന്നിയെ അപകടസ്ഥലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി. രാവിലെ അപകടസ്ഥലത്ത് കാറിന്റെ പൊട്ടിയ ഭാഗങ്ങൾ കണ്ടപ്പോഴാണ് സംശയം തോന്നിയത്. ആദർശിന്റെ സുഹൃത്തുക്കൾ കാറിന്റെ നമ്പർ കുറിച്ചെടുത്തത് ചിതറ പോലീസിന് കൈമാറി. കാട്ടുപന്നി ഇടിച്ച് കേടുവന്ന കാർ തിരുവനന്തപുരം ഈഞ്ചക്കിലെ വർക്ക്ഷോപ്പിൽ എത്തിച്ചപ്പോഴാണ് അബ്ദുൽ ഖാദറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്.